ഹലോ ഹായ് നമസ്കാരം. നോളജ് വ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് പ്ലസ് ടു ഫിസിക്സിലെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ അകത്ത് നമ്മൾ അവസാനം പറഞ്ഞത് രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും. പി ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഒരു ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ അതിനെ ഡോപ്പ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യാണ്, ഒരു ഇംപ്യൂരിറ്റി അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഒരു ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ ഒരു സെമി കണ്ടക്ടർ, സേ ഒരു സിലിക്കണോ ജെർമേനിയോ മെറ്റീരിയൽസിനെ ഡോപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടിയത്. അതുപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? ഒരു പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? നമുക്ക് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടിയത്. അതിൽ മെജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സും കൂടി ഓർത്ത് വെക്കാം. മെജോറിറ്റി കാരിയേഴ്സ് പി ടൈപ്പിൽ ആരായിരുന്നു? ഹോൾസ് ആയിരുന്നു. അതിന്റെ അകത്ത് മൈനോറിറ്റി കാരിയേഴ്സ് അപ്പോൾ ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. മറ്റേതിൽ നേരെ ഓപ്പോസിറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺസും മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഹോൾസും ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തിനാണ് നമ്മൾ ഈ എൻ ടൈപ്പ് പി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചത്? നമ്മൾ സാധാരണ സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയോഡുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടിങ്ങോട് കൂടിയിട്ട് രണ്ട് ലീഡുകളൊക്കെ കൂടി, മെറ്റാലിക് ലീഡുകളോട് കൂടിയിട്ട് ഒരു എന്താണ്, ഒരു കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പ് ഡയോഡ് ഉണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ട്, സോളാർ ഡയോഡ് ഉണ്ട്, സെനർ ഡയോഡ്, അങ്ങനെ പല ടൈപ്പ് ഡയോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ സർക്യൂട്ടുകളിലും നമ്മൾ ഈ ഡയോഡ്, ട്രാൻസിസ്റ്റർ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞതാണ്, ഈ ഡയോഡിലും ട്രാൻസിസ്റ്റേഴ്സിലൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ആളെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സെമി കണ്ടക്ടർ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഡയോഡുകൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡ് എന്ന് പറയുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡുകളാണ്. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ ടൈപ്പ് ഡയോഡുകളിലും ഉള്ള ആ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പി എൻ ജംഗ്ഷൻ ആണ്. അതായത് നമ്മളിപ്പോ പഠിച്ച പിയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ പറഞ്ഞ എല്ലാ ഡയോഡുകളും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഓക്കെ, ഇനി എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ. അപ്പോൾ ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്ത് ഒരു സൈഡിൽ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാൻ കരുതി ഡോപ്പ് ചെയ്യും, അപ്പുറത്തെ എൻ ടൈപ്പ് കിട്ടാൻ കരുതി ഡോപ്പ് ചെയ്യും. അപ്പോൾ ഒരു സൈഡിൽ ട്രൈവാലന്റ്, ഒരു സൈഡിൽ പെന്റാവാലന്റ് വെച്ചിട്ട് ഡോപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി എൻ ജംഗ്ഷൻ ഡയോഡ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ പി സൈഡ്, എൻ സൈഡ്. അപ്പോൾ പി സൈഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എൻ സൈഡിൽ ആരാണ്? ഇലക്ട്രോൺസ് ആണുള്ളത്. നമുക്ക് ഇലക്ട്രോൺസിനെ, ഇതൊക്കെ ഇലക്ട്രോൺസ് ആണ്. ഇപ്പുറത്ത് ആരുണ്ട്? ഹോൾസ് ഉണ്ട്. ആരാണ്? പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പി ടൈപ്പിൽ ആരെ വരയ്ക്കുന്നത്? ഹോൾസിന് വരയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലെ പി ടൈപ്പിലും മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ളത് ഹോൾസ് ആണെന്നും എൻ ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ളത് ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞാലും ഇവിടെ ആര് കൂടി ഉണ്ട്? രണ്ട് സൈഡിലും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഉണ്ട്, അതായത് എൻ സൈഡിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഹോൾസ് ആണ്. അപ്പൊ ഒന്ന് രണ്ട് ഹോൾസ് നമുക്ക് ഇവിടെ വരച്ചിരിക്കാം. ഇവിടെയും ആരുണ്ട്? മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെങ്കിലും മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു മെറ്റീരിയൽ എടുക്കുക, സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുക്കുക, അതിന്റെ ഒരു സൈഡിൽ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാൻ കരുതി ഡോപ്പ് ചെയ്യുന്നു, മറ്റേ സൈഡിൽ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാൻ കരുതി ഡോപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ നടക്കും. ഇനി ഇവിടെ നോക്കുക, ഇതിന്റെ അകത്ത് പി സൈഡിൽ കുറെ ഹോൾസ് ഉണ്ട്, ശരിയല്ലേ? എൻ സൈഡിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കോ? ഇല്ല. ഇതിന്റെ അകത്ത് പി സൈഡിലുള്ള, അതായത് പി സൈഡിൽ ഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ഇവിടെ നിന്ന് ഹോൾസ് എൻ സൈഡിലേക്കും എൻ സൈഡിലെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് അവിടെ നിന്ന് ഇലക്ട്രോൺസ് പി സൈഡിലേക്കും എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഒന്നുകൂടി പറയാം, പി സൈഡിൽ നിന്ന് കൂടിയ ആൾക്കാരുടെ അവിടെ കോൺസെൻട്രേഷൻ അളവ് കൂടുതൽ ആരുടെയാണ്? ഹോൾസിന്റെ ആണ്. അപ്പൊ പി സൈഡിൽ നിന്ന് ഹോൾസ് എങ്ങോട്ടേക്ക്? എൻ സൈഡിലേക്കും എൻ സൈഡിലെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഇലക്ട്രോൺസ് എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്കും എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ കറണ്ട്. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് മൂവ് ഫ്രം എൻ സൈഡ് ഇലക്ട്രോൺ മൂവ്സ് ഫ്രം എൻ സൈഡ് ആൻഡ് ഹോൾസ് മൂവ് ഫ്രം പി സൈഡ് ടു എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്?
പി സൈഡിൽ നിന്നാണെങ്കിൽ എൻ സൈഡിലേക്കും, എൻ സൈഡിൽ നിന്നാണെങ്കിൽ പി സൈഡിലേക്കും. ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം കാരണമാണ്. ദ കറന്റ് ഡ്യൂ ടു ദിസ് മൂവ്മെന്റ്. ഇതുവഴി ഉണ്ടാവുന്ന കറണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഡിഫ്യൂഷൻ കറണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ പി സൈഡിൽ നിന്ന് എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്കുള്ള ഫ്ലോയും ഹോൾസിന്റെ പി സൈഡിൽ നിന്ന് എൻ സൈഡിലേക്കുള്ള ഫ്ലോയും കാരണം ഉണ്ടായ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയും. ഇനി വേറെ കറണ്ട് കൊണ്ട് അതിനു മുമ്പ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഹോൾസ് ഇങ്ങോട്ടേക്കും ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ആളുകൾ, അതായത് ഇവിടെ നിന്ന് വന്ന ആളുകൾ ഇവിടേക്ക് എത്തി, ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് റീജിയണും ഈ പി സൈഡിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ജംഗ്ഷനിലായിട്ട് നമുക്കൊരു പോസിറ്റീവ് റീജിയണും ഫോം ചെയ്യും. ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളുടെ ഇമ്മൊബൈൽ ആയിട്ടുള്ള ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ. ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇവിടെ ഉള്ള ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണ്. അതായത് ഡിപ്ലീഷൻ എന്ന് വരാൻ കാരണം തന്നെ അവിടുത്തെ ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് എന്തായി? ഡിപ്ലീറ്റഡ് ആയി, ഇല്ലാതെയായി. എങ്ങനെയാ? അവിടെ നിന്ന് വന്ന എൻ സൈഡിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വന്നു. അതെന്ത് ചെയ്തു? ഇവരുമായിട്ട് റീകമ്പൈൻ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ഇമ്മൊബൈൽ റീജിയനും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഇമ്മൊബൈൽ റീജിയൻ, ഇമ്മൊബൈൽ അയോൺസിന്റെ റീജിയൻ ഇവിടെയും ഫോം ചെയ്തു. ഇവിടെ ആക്ച്വലി ഇവിടെ ഇമ്മൊബൈൽ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് തന്നെയാണ്. അവിടെ ആ ചാർജ് കാരിയേഴ്സ് ഡിപ്ലീറ്റഡ് ആയിട്ട് ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ഫോം ചെയ്തു. ഇവിടെ എന്തുണ്ടാവുക? ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും, ശരിയല്ലേ? ഇവിടെ ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പൊ ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ജനറേറ്റ് ചെയ്തു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇനി ഈ ഇലക്ട്രോൺസിന്, അതായത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യില്ല? അപ്പൊ ഇവിടെ ഒരു റീജിയൻ ഉണ്ടായി. ഈ റീജിയൻ ആക്ച്വലി ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഈ റീജിയൻ ഫോം ചെയ്തതിന് ശേഷം ഇത്രയും നേരം നമ്മൾ പറഞ്ഞല്ലോ, ഹോൾസ് അങ്ങോട്ടേക്ക് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, ആ മൂവ്മെന്റ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മൂവ്മെന്റ് വഴി ഉണ്ടായ ഡിഫ്യൂഷൻ കറണ്ട് എന്താവും? കുറയും, ശരിയല്ലേ? അതായത് നമ്മൾ ഇത്രേ പറഞ്ഞോളൂ, എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ടേക്കും പി സൈഡിൽ നിന്ന് ഹോൾസ് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യും. അങ്ങനെ കുറച്ച് നേരം മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ജംഗ്ഷനിലായിട്ട് ഒരു റീജിയൻ ഫോം ചെയ്യും. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. എന്തുകൊണ്ടാണ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തത്? അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വന്ന് റീകോമ്പിനേഷൻ നടന്നു. അതുപോലെ ഇവിടെ നിന്ന് ഹോൾസ് അങ്ങോട്ടേക്ക് പോയിട്ട് റീകോമ്പിനേഷൻ നടന്ന് നമുക്ക് അവിടെ ഉണ്ടായ റീജിയൻ എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആയിട്ടുള്ള, മൂവ് ചെയ്യാൻ പറ്റാത്ത കുറെ അയോണുകളാണ്. അത് ഒരിക്കലും എന്തല്ല? ചാർജ് കാരിയേഴ്സ് അല്ല. ചാർജ് കാരിയേഴ്സ് ആ റീജിയനിൽ ഉണ്ടായിരുന്ന ചാർജ് കാരിയേഴ്സ് എല്ലാം എന്തായി? ഡിപ്ലീറ്റഡ് ആയി. അവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തത്? മൂവ്മെന്റ് നടന്നത്. അപ്പൊ ആ ആൾക്കാർ ഡിപ്ലീറ്റഡ് ആയിട്ട് അവിടെ നമുക്ക് ഒരു റീജിയൻ ഫോം ചെയ്യും. ആ റീജിയനെ വിളിച്ച പേരാണ് എന്ത്? ഡിപ്ലീഷൻ റീജിയൻ. ഈ ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യുക? ഈ മൂവ്മെന്റിനെ എല്ലാം എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, അല്ലെ? അതായത് ഇനി അങ്ങോട്ടേക്ക് ഇതൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അങ്ങോട്ടേക്ക് ആരും മൂവ് ചെയ്യില്ല. എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും പി സൈഡിൽ നിന്ന് ഹോൾസ് അങ്ങോട്ടേക്കും എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. അപ്പൊ ആക്ച്വലി ആ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പായി. പക്ഷെ ഇത് നോക്കാം, ഇവിടുത്തെ ഈ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവര് ഈ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക് എങ്ങാൻ കടന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഇരിക്കണമെങ്കിൽ ആ നെഗറ്റീവ് ചാർജ് വഴി ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്കണമെങ്കിൽ എങ്ങോട്ടേക്കാണോ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുക? ഫോഴ്സ് ആക്ട് ചെയ്യുക. പക്ഷെ ഇലക്ട്രോൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഈ ചാർജ് റീജിയനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് അവരെ എങ്ങോട്ടേക്ക് തള്ളിവിടും? ഓപ്പോസിറ്റ് സൈഡിലേക്ക് തള്ളിവിടും, ശരിയല്ല? അതായത് എൻ സൈഡിലേക്ക് തള്ളിവിടും. അപ്പോൾ ഇവിടെ ഉണ്ടായ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് കാരണം കൊണ്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഈ റീജിയനിലേക്ക് എങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അതിന് ഇങ്ങോട്ടേക്ക് തള്ളും, അല്ലെ? ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിലേക്കാണ് ആര് പോവുക? പോസിറ്റീവ് ചാർജ് പോവുക. അപ്പൊ ഈ ഹോൾസ് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ അവരെങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? പി സൈഡിലേക്ക് പോകും. അതുപോലെ പി സൈഡിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? എൻ സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് നടന്നത്, ശരിയല്ലേ?
ഇങ്ങനെ ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഫ്ലോ മൂലം ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് കറണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് കറണ്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഡിഫ്യൂഷൻ കറണ്ട്, രണ്ട് ഡ്രിഫ്റ്റ് കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവാൻ കാരണം ആരാണ്? ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കറണ്ടാണ്. ആ പി എൻ ജംഗ്ഷൻ ഫോർമേഷന്റെ സമയത്ത് ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം ഇലക്ട്രോൺസും ഹോൾസിന്റെയും മൂവ്മെന്റ് വഴി ഉണ്ടായ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിച്ചത്. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായി. ഡിഫ്യൂഷൻ നടക്കുന്ന സമയത്ത് അവരൊരു ചാർജ് റീജിയൻ, ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അവരൊരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം കൊണ്ട് ഈ സൈഡിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എൻ സൈഡിലേക്കും, എൻ സൈഡിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് പി സൈഡിലേക്കും മൂവ് ചെയ്യും. ഈ മൂവ്മെന്റ് വഴി ഉണ്ടാവുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് കറണ്ട്. ഓക്കെ, അപ്പൊ ഡിഫ്യൂഷൻ കറണ്ട്, ഡ്രിഫ്റ്റ് കറണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ നമ്മളോട് ചോദ്യം. നമ്മൾ അടുത്ത സ്ലൈഡിന്റെ അകത്ത് ഡിപ്ലീഷൻ ലെയറിന്റെ അതുപോലെ ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ പൊട്ടൻഷ്യലിനെയാണ് എന്ത് ചെയ്യുന്നത്? ബാരിയർ പൊട്ടൻഷ്യൽ. അതായത് ആ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലാണ്, ആ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടായത് വഴിയാണ് അവിടെ എന്ത് ബ്ലോക്ക് ആയത്? ഡിഫ്യൂഷൻ കറണ്ട് ബ്ലോക്ക് ആയത്. ശരിയല്ലേ? അതുവരെ സുഖമായിട്ട് ഇവർക്ക് മൂവ് ചെയ്യായിരുന്നു. അപ്പൊ ഈ മൂവ്മെന്റ് കാരണം അവിടെ ഒരു റീജിയൻ ഉണ്ടായി, അവരൊരു പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ആ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലാണ് ശരിക്കും ആ ഡിഫ്യൂസ് ചെയ്ത ആൾക്കാരുടെ മൂവ്മെന്റിനെ ഇല്ലാതെയാക്കിയത്. അതുകൊണ്ടാണ് അതിനെ ബാരിയർ, തടസ്സം. ഇനി അവിടെ നിന്ന് ഡിഫ്യൂഷൻ വഴി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിനെ ബാരിയർ പൊട്ടൻഷ്യൽ, ഒരു തടസ്സമായി, ഡിഫ്യൂഷൻ നടക്കാൻ ഒരു തടസ്സമായതുകൊണ്ടാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി ഡിപ്ലീഷൻ ലെയർ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ജംഗ്ഷൻ റീജിയൻ വേർ ഫ്രീ ചാർജ് കാരിയേഴ്സ് ഹാവ് ബീൻ ഡിപ്ലീറ്റഡ്. അല്ലെ? അവിടുത്തെ ഫ്രീ ചാർജ് കാരിയേഴ്സ്, ആ ജംഗ്ഷനിലുള്ള ഫ്രീ ചാർജ് കാരിയേഴ്സ് എല്ലാം ഡിപ്ലീറ്റഡ് ആയി. ചാർജ് കാരിയേഴ്സ് അല്ല, ഇപ്പൊ അവരെന്താണ്? ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ആണ്, അയോണുകളാണ്. അപ്പൊ ആ അയോണുകളുടെ ആ റീജിയനെ നമ്മൾ വിളിച്ചാണ് ഫ്രീ ചാർജ് കാരിയേഴ്സ്. ഡിപ്ലീറ്റഡ് ആയ റീജിയനെ വിളിച്ച പേരാണ് ഡിപ്ലീഷൻ ലെയർ. ഇനി അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ, ഡിപ്ലീഷൻ ലെയർ രണ്ട് പറയാം. ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്? ദ ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. ആ ഡിപ്ലീഷൻ റീജിയനിൽ സെറ്റപ്പ് ആയ ഇലക്ട്രിക് ഫീൽഡ് gives rise to the barrier potential which opposes further diffusion. അല്ലെ? ബാരിയർ പൊട്ടൻഷ്യൽ കൂട്ടും ആരാ? ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് ഫർദർ ഡിഫ്യൂഷൻ, പിന്നെ അവിടെ എന്ത് നടക്കില്ല? ഡിഫ്യൂഷൻ നടക്കില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് 4 ടേംസ് ഓർത്ത് വെച്ചേക്കുക. ഡ്രിഫ്റ്റ് കറണ്ട്, ഡിഫ്യൂഷൻ കറണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ, അതുപോലെ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ആണിത്. നമ്മൾ അതേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇലക്ട്രോൺസ് എന്തായി? എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ആയി. അങ്ങനെ ഉണ്ടായി കറണ്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട്. കണ്ടോ? പി സൈഡിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കണ്ടോ, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഉണ്ടായി എൻ സൈഡിലേക്ക്, എൻ സൈഡിൽ. അതുപോലെ തന്നെ ഹോൾ ഡിഫ്യൂഷനും ഹോൾ ഡ്രിഫ്റ്റും കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ പറഞ്ഞ ഇത് തന്നെ. രണ്ട് നീഡിൽ കൊടുത്ത്, രണ്ട് മെറ്റാലിക് ലീഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ എന്താ കാണിച്ചിരിക്കുന്നത്? ബാരിയർ പൊട്ടൻഷ്യൽ അണ്ടർ നോ ബയസ്. ബയസ് എന്ന് വെച്ചാൽ വോൾട്ടേജ് കൊടുക്കാനാണ്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാനാണ് ബയസ് എന്ന് വെച്ചാൽ. അപ്പൊ അപ്ലൈ ചെയ്യാത്ത കണ്ടീഷനിൽ ഫിഗറാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ വരച്ച അതേ ഫിഗറിന് ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. ഡബ്ല്യു ഇട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്ലീഷൻ റീജിയനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് വെറുതെ രണ്ട് മെറ്റാലിക് നീഡിൽ കൊടുത്തു.